ശങ്കരാചാര്യം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ സയധോർണന്ദാഭിസ്തന്തനോച്ചരേ യഥാഗ്നിക്ഷുദ്രാ വിസ്ഫുലിംഗാ വിച്ഛരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാ സർവേ ലോകാ സർവേ ദേവാ സർവാണി ഭൂതാനി വിച്ഛരന്തി. തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണോ വൈ സത്യം തേഷാമേഷ സത്യം. ഭാഷ്യോക്തം സ്വാർത്ഥവിഘാതകരത്വ അപ്രാമണ്യമിതി തദവിൻ. ഇതുവരെയുള്ള ചർച്ചയിൽ ഉപനിഷത്ത് ആത്മബോധത്തിന് പ്രമാണമാണ് എന്ന്, ഉപനിഷത്ത് ശ്രവണം കൊണ്ട് ആത്മബോധം ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. അത് എങ്ങനെയുള്ള ആത്മബോധം? ബ്രഹ്മൈകത്വബോധം. പക്ഷെ അതിൽ ബ്രഹ്മയോഗത്വബോധം പറയുന്നത് പോലെ തന്നെ ആത്മനാനാത്വബോധവും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് അപ്രാമാണ്യമാകുമല്ലോ എന്നാണ്. അത് ശരിയല്ല. തദവിന തദർത്ഥപ്രതിപത്തേർ ബാധകാഭാവ. ഈ ഉപനിഷത്ത് പറയുന്ന ഏകത്വജ്ഞാനം അതിന് വിരോധമായിട്ട് അവിടെ ഒന്നുമില്ല. അതിന് വിരോധം വരുന്ന ഒരു കാര്യവും ഉപനിഷത്തിലില്ല എന്നാണ്. അങ്ങനെ വിരോധം വരുന്ന എന്തോ ഉണ്ടെന്ന് ധരിച്ചിട്ടാണ് പറയുന്നത്. അതിന് ബാധകമില്ല, വിരോധമില്ല. അതുണ്ടെന്ന് ധരിച്ചിട്ട് പറയുന്നെന്തോ അതിന് അവിടെ നാനാത്വത്തെ പറയുന്നു. ദേഹ നാനാസ്തി എന്നെല്ലാം പറയും. ഇല്ലെങ്കിൽ ഇവിടെ നാനാത്വത്തെ പറയുന്നു. നാനാത്വത്തെ പറയുന്നത് പോലെ തോന്നും. ഭാഷകാരൻ മുമ്പ് പറഞ്ഞു. അതും ആ ഏകത്വത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാനാത്വം സംഭവിക്കാമോ എന്നുള്ളൊരാശങ്ക വരാമല്ലോ. അപ്പോൾ ആ ആശങ്കയെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നാനാത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. എന്നാലേ ആശങ്ക നിവർത്തിക്കും. അതുകൊണ്ട് അങ്ങനെ ഇല്ല. കിം ഏകവിഷയത്വേന കിം ആ വിഷയഭേദ വിരോധസ്യ പ്രമാണാന ഇത്യേത് അഭിധീയത.
അത് മാത്രമല്ല, ഈ പ്രമാണങ്ങൾക്ക് ഒരിക്കലും പരസ്പര വിരോധം വരത്തുമില്ല. ഒരു വിഷയത്തിൽ പല ബുദ്ധിയുണ്ടാകുന്നു എന്നാണ്, അതോ ഒന്നിന് പല വിഷയങ്ങളുണ്ടാകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്? എങ്ങനെയാണ് വിരോധം വരുന്നത്? ഉദാഹരണം പറഞ്ഞാൽ, കണ്ണ് നിറത്തെ കാണുന്നു, ചെവി ശബ്ദത്തെ കേൾക്കുന്നു. രണ്ട് വിഷയങ്ങളെയാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ ഇതെന്താ? ഇതിന് തമ്മിൽ പരസ്പര വിരോധമുണ്ട്. രണ്ട് വിഷയങ്ങളെ ബോധിപ്പിക്കുന്നേ ഉള്ളൂ. വിരോധം വരുന്നെങ്കിൽ എന്ത് വേണം? കണ്ണ് ചെവി പറയുന്നു ഇത് ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അതേ ചെവി എന്ന് പറയുകയാണല്ല ഇത് ശബ്ദമല്ല ഇത് മണമാണെന്ന് പറഞ്ഞാൽ വിരോധം വരും. കേൾക്കുന്നത് ശബ്ദത്തെയല്ല മണത്തെയാണ് എന്ന അതേ കാരണം പറഞ്ഞാൽ അത് വിരോധമാണ്, എന്തോ ഭ്രാന്തിയാണ്. ഇതേപോലെ കണ്ണു പറയുന്നു ഇത് സർപ്പമാണ്, അതേ കണ്ണ് തന്നെ പറയുന്നു ഇത് സർപ്പമല്ല രജ്ജുവാണ്. അവിടെ വിരോധം വരും. ഒന്നിനെ മറ്റൊന്ന് ബാധിക്കും. അതൊന്നേ ശരിയാകാൻ കഴിയുള്ളൂ. ഉപനിഷദ്ഭ്യോ ബ്രഹ്മ ഏകമേവ അദ്വിതീയം നൈവ ചേതി പ്രതിപത്തിരസ്തി. ഉപനിഷത്തുകൾ അങ്ങനെ പറയുന്നില്ല. എന്താണ് ബ്രഹ്മം ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല അത് പറയുന്നില്ല. രണ്ടും കൂടെ പറഞ്ഞാൽ വിരോധമുണ്ടെന്ന് പറയാം. അങ്ങനെ ഇവിടെ പറയുന്നു ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞിട്ട് ന ഏകമേവ അദ്വിതീയം അങ്ങനെ പറയുന്നുണ്ട്. എവിടെയെങ്കിലും തത്വമസി എന്ന് പറഞ്ഞിട്ട് ന തത്വമസി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് ന അഹം ബ്രഹ്മാസ്മി അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാലേ ഇതിൽ വ്യാഘാതം താൻ പറഞ്ഞതിന് വിരുദ്ധമായി പറയുന്നു എന്ന് പറയാൻ പറ്റും. നമ്മൾ ഓരോന്നിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് വ്യാഖ്യാനത്തിൽ വരുന്ന ദോഷങ്ങളാണ്. ഉദാഹരണം പറയുന്നത് അഗ്നിഷ്ണ സീതശ്ചേത്യസ്മാത് വാക്യാത് വിരുദ്ധ അർത്ഥദ്വയ പ്രതിപത്തി. അഗ്നിഷ്ണ സീതശ്ച ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒരാൾ പറയുകയാണ് അഗ്നി ഉഷ്ണ സീത. അവിടെ രണ്ട് ബോധം ഉണ്ടാകുന്നുണ്ടല്ലോ, അഗ്നി ഉഷ്ണമാണ് ശീതവുമാണ്. ഇത് രണ്ട് ബോധമല്ലാന്ന് ഇനി പറയും. അഗ്നി ഉഷ്ണ ശീത എന്ന് പറഞ്ഞാൽ അഗ്നി ഉഷ്ണവുമാണ് ശീതവുമാണ് എന്ന് പറയുമ്പോൾ ഇത്യസ്മാത് വാക്യം വിരുദ്ധ അർത്ഥദ്വയം. ഇവിടെ രണ്ടർത്ഥത്തെ ബോധം ഉണ്ടാകുന്നു. അതുപോലെ ഉപനിഷത്ത് പറയുന്നുണ്ടോ അഭ്യുപഗമിച്ച ചെയ്ത് തപോചാമ. അഗ്നി ഉഷ്ണം ശീതം എന്ന് പറയുന്നിടത്ത് നിന്ന് രണ്ടർത്ഥബോധം ഉണ്ടാകുന്നു പറഞ്ഞത് ഒരു തർക്കത്തിന് വേണ്ടി പറഞ്ഞാണ്. അവിടെയും രണ്ട് ബോധമില്ല. ഒരു വാക്യത്തിൽ നിന്ന് രണ്ടർത്ഥബോധം ഉണ്ടാകുമെന്ന് പിന്നെ തത്കാലത്തേക്ക് അംഗീകരിച്ചാണ് അഭ്യുപഗമഭാവം എന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ തൽക്കാലം അത് സ്വീകരിക്കാം. അതിന് നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം അത് ശരിയാണോ എന്ന്. ഇത്തരത്തിൽ പറഞ്ഞതാണ്. കാരണം അഭ്യുപഗമ്യ എന്ന് പോലും അത് വാക്യ പ്രാമാണ്യ സമയന്യായു. വാക്യപ്രാമാണ്യ സമയം സിദ്ധാന്തം അതിൽ ഇങ്ങനെ ഒരു തത്വത്തെ സ്വീകരിക്കുന്നില്ല, യുക്തിയെ സ്വീകരിക്കുന്നില്ല. ഇത് വാക്യപ്രാമാണ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത് മീമാംസകരാണ്, പൂർവ്വമീമാംസകർ. വാക്യത്തിന്റെ പ്രാമാണ്യം എന്താണ് എന്നുവെച്ചാൽ ഒരു വാക്യത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രമേയം ഉണ്ടാകുന്നത്,
ഏതൊക്കെ തരത്തിലുണ്ടാകാം, എന്തൊക്കെ ദോഷങ്ങൾ വരാം. കാരണം അവർക്ക് ആകെ അവലംബമായിരിക്കുന്ന വേദമാണ്, ശ്രുതിയാണ്. ആ ശ്രുതിയിൽ നിന്ന് യാഗത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും എന്നുള്ള ബോധം ഉണ്ടാകുന്നെങ്കിൽ എങ്ങനെ അത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ ഇത്തരത്തിൽ വിചാരം ചെയ്യുന്നതാണ് പൂർവ്വമീമാംസാ ശാസ്ത്രം. സമയം, ശാസ്ത്രം, സിദ്ധാന്തം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയമല്ല. വാക്യപ്രാമാണ്യത്തെക്കുറിച്ച് പറയുന്ന ആ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആ തത്വം, അതിൽ ഒരു വാക്യത്തിൽ നിന്ന് രണ്ടർത്ഥത്തെ ഉണ്ടാകുമെന്ന് സ്വീകരിക്കുന്നില്ല. ഇത് ഏകസ്യ വാക്യസ്യ അനേകാർത്ഥത്വം. അങ്ങനെ സ്വീകരിച്ചെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എന്താണ് ഒരു വാക്യത്തിന് അനേക അർത്ഥം ഉണ്ടാകും. അഗ്നികൃഷ്ണശീത ഇവിടെ അനേകാർത്ഥമാണ് എന്ന് പറയാം. അങ്ങനെ അനേകാർത്ഥം വന്നാലോ സതിജ അനേകാർത്ഥത്തെ സ്വാർത്ഥശ്ച വിഘാതകൃതിച്ച വിരുദ്ധോ അന്യോർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാർത്ഥശ്ച ആ വാക്യത്തിൻ്റെ ഒരർത്ഥം കാണും. തദ് വിഘാതകൃതിച്ച വിരുദ്ധോ അന്യോർത്ഥം, അതിന് വിരുദ്ധമായി, അതിന് വിഘാതത്തെ ഉണ്ടാകുന്ന വിരുദ്ധമായൊരർത്ഥവും വരും. ഈ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളതൊന്നു അഗ്നി ഉഷ്ണ ശീത, അഗ്നി ഉഷ്ണം എന്ന് പറയുന്ന ആ വാക്യം അതിന് വിരുദ്ധമായൊരർത്ഥം കൂടെ വരുന്നത് ശീതസ്ഥ, ശീതവുമാണ്. പക്ഷെ ഇങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ഈ വാക്യത്തിൽ അനേക അർത്ഥമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഇത് വിഘാതകൃ വിരുദ്ധാർത്ഥത്തെ പറയുന്നത് പറയാൻ കഴിയത്തില്ല. നത്വേത് അങ്ങനെ ഒന്നില്ല. ഇവിടെ ഒരു വാക്യം രണ്ട് വിരുദ്ധാർത്ഥങ്ങൾ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. വാക്യപ്രമാണകാനാം വിരുദ്ധം അവിരുദ്ധം ചെയ്യകം വാക്യം അനേകാർത്ഥം പ്രതിപാദി നിത്യേഷ സമയ നത്വേത് വാക്യപ്രമാണകാനാം. വാക്യപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരിത് അംഗീകരിക്കുന്നില്ല. ഒരു വാക്യത്തിൽ നിന്ന് രണ്ടർത്ഥം ഉണ്ടാകുന്നു. ഉപനിഷത്തിൽ നിന്ന് വിരുദ്ധമായ രണ്ട് കാര്യങ്ങളും ഉണ്ടാകത്തില്ല. സാധാരണ നമ്മൾ പറയുന്നതാണോ? അതിന് പലതും പറഞ്ഞിട്ടില്ല. അദ്വൈതം മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അവിടെ ദ്വൈതവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്വൈതം മാത്രം ശരിയെന്ന് നിങ്ങൾ വാശി പിടിക്കുന്ന എന്തിനാണ്? ദ്വൈതത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇത് വാക്യപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പൂർവ്വമീമാംസകർ ഇതിനെ അംഗീകരിക്കുന്നില്ല. എന്താണ്? ഇവിടെയൊക്കെ ഭാഷ്യകാരൻ പൂർവ്വമീമാംസകരെ അനുകൂലിക്കുകയാണ്. പൂർവ്വമീമാംസയെ നിഷേധിക്കുക എന്നുള്ളതാണ് അദ്വൈത ദർശനത്തിന്റെ ഒരു മുഖ്യമായ ജോലി. പക്ഷെ ഇവിടെ വരുമ്പോൾ തന്റെ സിദ്ധാന്തത്തിന് അനുകൂലമായ ഭാഗങ്ങൾ എവിടെ നിന്ന് സ്വീകരിക്കും? അതാണ് ഭാഷ്യകാരന്റെ ശരി. തന്റെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ എവിടെ കണ്ടാലും എതിർക്കും, ശരിയില്ലെന്ന് പറയും. എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ്, ഈ രണ്ടഭിപ്രായവും. ശരിയും തെറ്റും വരാം. ശരിയെ സ്വീകരിക്കുക, തെറ്റിനെ ഉപേക്ഷിക്കുക. അങ്ങനെ വിരുദ്ധം അവിരുദ്ധം ഏകം വാക്യം അനേകാർത്ഥം പ്രതിപാദം. ഏകമായ വാക്യം വിരുദ്ധം അവിരുദ്ധം ച അനേകമർത്ഥം, വിരുദ്ധവും വിരോധമില്ലാത്തതുമായ അനേകാർത്ഥങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു വാക്യം നിത്യേഷ സമയം. അതിനൊരു സിദ്ധാന്തിക്കുന്നില്ല. അർത്ഥേകത്വ ഏകവാക്യത, അവരുടെ മുഖ്യമായ സിദ്ധാന്തം ഇതാണ്. ഏകവാക്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം ഒന്നായിരിക്കുന്നതുകൊണ്ട്.
അത് വിശദീകരിക്കും. അത് പ്രമാണങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ്. പ്രമാണത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകും. അത് പ്രമേയുടെ എന്ന് വെച്ചാൽ യഥാർത്ഥമായ അനുഭവം. എന്താണ് യഥാർത്ഥമായ അനുഭവം? അതിന്റെ ലക്ഷണം പറയുമ്പോൾ പറയും. അനധികതവും അബാധിതവുമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അത് ആ പ്രമേയം ഉണ്ടാക്കുന്ന പ്രമാണം എന്ന് പറയും. അനധികത എന്ന് വെച്ചാൽ മുമ്പ് അറിയാത്തതും അബാധിതവും അറിഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കാത്തതുമായ അറിവ്, അതാണ് പ്രമ യഥാർത്ഥം എന്ന് പറയുന്നത്. മുമ്പ് അറിഞ്ഞിരിക്കാനും പാടില്ല, അറിഞ്ഞാൽ ബാധിക്കാനും പാടില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു പുസ്തകമാണെന്ന് ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നു? എന്റെ ഇന്ദ്രിയവും വസ്തുമായിട്ടുള്ള സന്നിവേശങ്ങളും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അറിവ് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ അറിവാണ്. ഇത് പുസ്തകം ഒന്നും പറഞ്ഞതല്ല എന്ന് വെച്ചാൽ ഇന്ദ്രിയാർത്ഥ സന്നിവേശത്തിനൊന്നും പറഞ്ഞതല്ല. പിന്നെ ഈ അറിവ് എനിക്ക് മാറുന്നില്ല, അബാധിതം. മറ്റൊന്നും വന്ന് ഇതിനെ ബാധിക്കുന്നില്ല. ഇത് പുസ്തകം അല്ല എന്നറിവുണ്ടാകുന്നില്ല. ബാധ എന്ന് പറയുന്നതാണ്. പുസ്തകത്തെ അറിഞ്ഞിട്ട് ഇത് പുസ്തകമല്ലെന്നറിയുക, അത് ബാധ. സർപ്പത്തെ അറിഞ്ഞിട്ട് സർപ്പമല്ല എന്നറിയുന്നു, അത് ബാധ. ഇവിടെ ബാധ സംഭവിക്കുന്നില്ല. അതാണ് അനധികതവും അബാധിതവുമായ അർത്ഥം. അർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പ്രമ, യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത്. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു. ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടായി ഞാൻ പുസ്തകത്തിനെ അറിയുന്നു, ഇത് പുസ്തകം. ഒരാളിവിടെ വരുന്നു, പറയുന്നു ഇത് പുസ്തകമാണ്. എനിക്കിതിനെക്കുറിച്ച് അറിവുണ്ടത് പുസ്തകമാണ്. പക്ഷെ ഒരാൾ പറയുന്നത് പുസ്തകമാണെന്താ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ബോധം ഉണ്ടാകത്തില്ലേ? ഇത് പുസ്തകമാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ദ്രിയവും ഈ വിഷയമായിട്ടുള്ള ബന്ധമുണ്ട്, മനസ്സുണ്ട്. അതുകൊണ്ട് എനിക്ക് പുസ്തകം എന്നുള്ള ഞാൻ ഉണ്ടാകും. അതേസമയം തന്നെ വേറെ ആളെന്ന് പറയുകയാണ് ഇത് പുസ്തകം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് പുസ്തകം എന്നുള്ള ഞാനും എനിക്കുണ്ടാകത്തില്ലേ? ഉണ്ടാകും. ജ്ഞാനം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ എന്താ പ്രത്യേകത? ഞാൻ ഈ ഇന്ദ്രിയത്തിലൂടെ അറിഞ്ഞ ആ വസ്തുവിനെ തന്നെ ബോധിപ്പിക്കുന്നു, അതാ പ്രത്യേകത. ഇത് പുസ്തകമാണെന്നുള്ള എൻ്റെ അറിവിന് ബാധയുണ്ടായില്ല. അയാൾ പറഞ്ഞത് ഈ പുസ്തകമാണെന്നും അവിടെയും ബാധയുണ്ടായില്ല. അതുകൊണ്ട് അത് യഥാർത്ഥമാണ്. പക്ഷെ അത് അനധികതമല്ല. ഇത് പുസ്തകമാണെന്നുള്ള എൻ്റെ അറിവ്, സ്വയം ഉണ്ടായ അറിവ്, അത് അധികത അല്ല.
പക്ഷേ രണ്ടാമതൊരാളെന്ന് പറയുന്നത് ഇത് പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ അറിവ് അധിഗതമായി, അറിഞ്ഞുപോയി, അറിഞ്ഞു കഴിഞ്ഞു. അതാണ് അധിഗതം അനധിഗതം എന്ന് പറയുന്നത്. ഇന്ദ്രിയാർത്ഥ സന്നിവേഷം കൊണ്ട് ഇത് പുസ്തകം എന്നുള്ള ഒരു ജ്ഞാനം ഉണ്ടായപ്പോൾ ഇത് അനധിഗതമായി, ഇത് അറിഞ്ഞില്ലായിരുന്നു മുമ്പ്. അടുത്തൊരാൾ പറയുകയാണ് ഇത് പുസ്തകം എന്ന് പറയുമ്പോൾ ആ ഉണ്ടാകുന്ന പുസ്തകജ്ഞാനം അധികതമെന്നും പറഞ്ഞതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നു? ആദ്യം അറിഞ്ഞതിനെ തന്നെ വീണ്ടും ബോധിപ്പിക്കുന്നു. ആദ്യം അറിഞ്ഞതിനെ വീണ്ടും ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ സംബന്ധത്തിലൂടെ നീ അറിഞ്ഞ നിനക്കുണ്ടായ ഇത് പുസ്തകം എന്നുള്ള അറിവ് എന്ന് ആ അറിവിനെ അനുവാദം ചെയ്യുന്നു എന്ന് പറയും. അതിന് അനുവാദം എന്ന് പറയും. നിന്റെ ഇന്ദ്രിയങ്ങളിലൂടെ നീ പുസ്തകം എന്ന് പറഞ്ഞ നിനക്കുണ്ടായ ഈ അറിവ് ഇത് പുസ്തകം എന്ന് ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുന്നു. അപ്പൊ അനുവാദം ചെയ്ത് ബോധിപ്പിക്കുന്നു. ആദ്യം ഉണ്ടായ അറിവിനെ അംഗീകരിച്ചുകൊണ്ട് അടുത്ത ശബ്ദത്തിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് അഗ്നിഷ്ണ ശീലസ്ഥ. മാനാന്തരേണ സംവാദോ യതി ചെയ്ത് അനുവാദിത. പറയുന്നു ഒരറിവുണ്ടായിട്ട് പ്രത്യക്ഷമായി ഇതിനെ കണ്ടിട്ട് മാനാന്തരം ശബ്ദത്തിലൂടെ ഇതിനെ തന്നെ അറിയുമ്പോൾ, ഉദാഹരണം ഞാൻ പറഞ്ഞു, തീക്കട്ട അതല്പം ചാരം മൂടിയിരുന്നു, കണ്ണുകൊണ്ടറിഞ്ഞത് ഇത് തീയാണ്, അഗ്നിയാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്തൊന്ന് തൊട്ട് നോക്കി, കൈപ്പൊള്ളി ഒന്നുകൂടെ ഉറപ്പിച്ചു. കണ്ണുകൊണ്ട് ഇത് തീയാണെന്ന് മനസ്സിലാക്കി. ഇത് പ്രത്യക്ഷം. ആദ്യത്തെ ആ അഗ്നി കണ്ണുകൊണ്ട് പ്രത്യക്ഷമായി. അവിടെ പ്രകാശം എന്ന് പറയുന്ന ആ ഗുണത്തിലൂടെ അത് കണ്ണുകൊണ്ട് പ്രത്യക്ഷമായി. അതിന് വേറെയും ഗുണമുണ്ട്, ദാഹം കൊണ്ടുതാന്ന് പറയുന്നു. രണ്ടാമത് തൊട്ടു നോക്കിയപ്പോൾ അതിലൂടെ അഗ്നി പ്രത്യക്ഷമായി. തൊട്ട് നോക്കണ്ടേയിരുന്നു, കൈപൊള്ളിയല്ലോ എന്ന് പറയുന്നു. മറിച്ച് പറയും എന്താണ്, ഇത് ചൂടായിരുന്നില്ല, അഗ്നിയായിരുന്നില്ല, ഈ കനൽ കട്ടയിൽ തീ ഉണ്ടായിരുന്നില്ല എന്ന് പറയാമല്ല. മറിച്ച് നേരത്തെ എന്താണോ കണ്ണുകൊണ്ട് ബോധ്യപ്പെട്ടത് അതിനെ തന്നെ ത്വകിന്ദ്രിയവും ബോധ്യപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ എന്തായി, അതിനെ പറയും അനുവാദം. അതുപോലെ അഗ്നിരുഷ്ണ ശീതസ്ഥ എന്ന് പറയുന്നത്, എവിടെ അഗ്നിരുഷ്ണ ശീത എന്ന് പറയുന്നു?
പഴയകാലത്ത് നല്ല തണുപ്പുള്ള സമയത്ത് ആൾക്കാർ തീ കായും. തണുപ്പങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ മൈനസിലേക്ക് പോയാൽ ചെറിയ തീയൊന്നും പോരാ. അപ്പോൾ ചെറിയ തീയാണ് ഉള്ളതെങ്കിൽ വിറകില്ല, തീ കാളി കത്തുന്നില്ല. അപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തീ കൂട്ടിയത്. പക്ഷെ അവിടെ തീ ആളി കത്തുന്നില്ല, ചെറിയ തീയേ ഉള്ളൂ. അപ്പോൾ അയാൾ പറയണം അഗ്നികൃഷ്ണ ശീതച്ചു. സാധാരണ പറയുന്നത് ഇങ്ങനെയാണോ, ഈ തീക്ക് ചൂടില്ലല്ലോ. നമ്മൾ പറയാറില്ലേ തീ ചൂടാണ്, അടുപ്പിൽ വെള്ളം വെച്ച് ചൂടാകുന്നില്ല. നമ്മൾ പറയും തീക്ക് ചൂടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറയാറുണ്ട്. അത് ശീതമാണ്, ചൂടില്ല എന്ന് പറഞ്ഞാൽ തണുപ്പാണെന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലത്തെ അഗ്നിയാണ് പറയുന്നത് ശീതം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അഗ്നിയാണ് ചൂടുള്ളതാണ്, എന്നാലും നമ്മൾ പറയാറുണ്ട്. ഇവിടെയൊക്കെ രണ്ടർത്ഥമാണോ അതേ ഒരർത്ഥമാണോ? അതാണ് ഇവിടെ പറയുന്നത്. മാനാന്തരേണ സംവാദോ യതി ചേത് അനുവാദിത. ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം ഒരു പ്രമാണം വെളിപ്പെടുത്തിയ കാര്യത്തെ തന്നെ മറ്റൊരു പ്രമാണം വെളിപ്പെടുത്തുകയാണെങ്കിൽ കണ്ണുകൊണ്ട് കണ്ട ഇതിനെ തന്നെ ശബ്ദം പറയുന്നു ഇത് പുസ്തകമാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ രണ്ട് മാനങ്ങളായി സ്വീകരിക്കും, കണ്ണും ശബ്ദം. അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടത് തീക്കനലാണെന്ന് മനസ്സിലാക്കിയതിനെ തന്നെ ത്വകീന്ദ്രിയം കൊണ്ട് സ്പർശിച്ചു നോക്കി. അല്ലെങ്കിൽ വേറെ ആൾ പറയുന്നു അയ്യോ അത് തുടരുത്, അത് തീയാണ്, കൊള്ളും. ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ ഗന്ധം കൊണ്ടുപോലും അറിയും എന്തോ ഇവിടെ കരിഞ്ഞു നാറുന്നുണ്ട്. ഗന്ധത്തെയാണ് അറിയുന്നതെങ്കിലും ഗന്ധത്തിലൂടെ മനസ്സിലാക്കാം അഗ്നി പ്രവർത്തിക്കുന്നുണ്ട്, അഗ്നിയുണ്ട്, ഇത് അഗ്നിയാണ്, പുകയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രമാണത്തിലൂടെ അറിഞ്ഞതിന് മറ്റേ പ്രമാണങ്ങളിലൂടെ അറിയുമ്പോൾ അതേത് സന്ദർഭമായാലും ശരി അവിടെയെല്ലാം ആദ്യത്തേനെ അനുവദിക്കുന്നു എന്ന് പറയും, എന്നിട്ട് മറ്റേതിനെ ബോധിപ്പിക്കുന്നു. മാനാന്തരേണ സംവാദോ ഏത് ചെയ്ത് അനുവാദിത. ആദ്യത്തേത് അനുവാദമായി മാറും, ആദ്യത്തെ അനുഭവം. അതുകൊണ്ട് വിരോധന അനധികതം എന്ന് പറഞ്ഞല്ലോ. ഒരിക്കൽ അറിഞ്ഞതിനെ അറിയുന്നതിനല്ല, അറിയാത്തതിനെ അറിയുന്നതാണ് പ്രമ യഥാർത്ഥം. ഞാൻ ഇവിടെ അത് വരുന്നതിന് എന്തുകൊണ്ടത് അതിനെ അനുവാദം ചെയ്തുകൊണ്ട്. നതുമാനാന സദേകാർത്ഥ സമാഗമേ. ഒരു വസ്തുവിനെ അറിയുന്നിടത്ത് പ്രമാണങ്ങൾക്ക് അങ്ങനെ പരസ്പര വിരോധമില്ല. ആദ്യം തന്നെ അനുവാദമായി സ്വീകരിച്ചാണ്. രണ്ടാമത്തത് അറിവ്. അപ്പോൾ പ്രത്യക്ഷമായി മനസ്സിലാക്കുന്നതായി ഇത് അഗ്നിയാണ്. അതിനെ അനുവാദം ചെയ്തുകൊണ്ട് പറയുന്നു എന്താണ്, ഇത് തണുപ്പാണ്. ഇവിടെ പരസ്പര വിരുദ്ധമായ അർത്ഥമില്ല. തണുപ്പാണെന്ന് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന എന്താണ്, അഗ്നി ചൂടുള്ളത് തന്നെ. പിന്നെ എന്തുകൊണ്ടത് പറഞ്ഞു? തണുപ്പ് കാലമായതുകൊണ്ട് പറഞ്ഞു, വേണ്ടത്ര ചൂടില്ലാത്തതുകൊണ്ട് പറഞ്ഞു. അവിടെ വിരോധാർത്ഥം വരുന്നത്. വിരോധമായ രണ്ടർത്ഥങ്ങൾ പറയുകയല്ല. ഏകവാക്യത്വം എന്ന് പറയുമ്പോൾ അവിടെ വിരുദ്ധമായ അർത്ഥങ്ങൾ ഒരിടത്തും പറയുന്നില്ല എന്നർത്ഥം. മുമ്പും ഇത് പറഞ്ഞു, മമീ വാംശം എന്ന് പറയുന്നത്. നമുക്ക് തോന്നും വിരുദ്ധമായതുപോലെ. ഇവിടെ അഗ്നി ശീതമാണെന്ന് പറയുന്നു നമുക്ക് തോന്നും, അല്ല, ആ ഉഷ്ണത്തെ തന്നെയാണ് പറയുന്നത്.
പക്ഷെ അവിടെ അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ നാനാത്വത്തെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അതിന്റെ താല്പര്യം എന്താണ്? ഉപാധികൾ കൊണ്ട് അത് പലതെന്നതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഏകമാണ്, അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തത്വഗ്രഹണദാർഢ്യായ ദൃഢിമ്മിനെ എന്നെല്ലാം നേരത്തെ പറഞ്ഞു ഭാഷകാരൻ. അല്ലാതെ അവിടെ രണ്ട് സത്യവും നല്ല പറയുന്നത്. അഗ്നി ഉഷ്ണ ശീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉഷ്ണവുമാണ് ശീതവുമാണ്, അങ്ങനെയല്ല, അത് സംഭവിക്കത്തില്ല. പിന്നെ ഇതിന് രണ്ടു പറഞ്ഞു, ഒന്നേ പറഞ്ഞുള്ളൂ. ആദ്യത്തേന് നിങ്ങൾ അനുവാദം, അതിന് ആ ജ്ഞാനത്തെ അനുവാദമായി സ്വീകരിച്ചുകൊണ്ട് രണ്ടാമത്തേനെ പറയും. ഭിന്നപ്രമേയതായാം ച ശ്രോത്രാദീനാം യഥാ തഥാ പരസ്പരാനപേക്ഷത്വം നിതരാം അവിരുദ്ധത. അത് മുമ്പ് പറഞ്ഞ കാര്യം. ഇനി ഭിന്നമായ അർത്ഥങ്ങളെ ബോധിപ്പിക്കുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിലും ഇവിടെ പരസ്പര വിരോധമില്ല. ഇതുപോലെ വേദത്തെ മൊത്തം എടുക്കുക. കർമ്മകാണ്ഡത്തിൽ ഒന്ന് പറയുന്നു, ജ്ഞാനകാണ്ഡത്തിൽ വേറൊന്ന് പറയുന്നു. അവിടെ പറയുന്നു കർമ്മം ചെയ്യുന്നു, ഫലത്തിന്. ഇവിടെ ത്യാഗത്തെക്കുറിച്ച് പറയുന്നു, കർമ്മത്യാഗത്തെക്കുറിച്ച്. അങ്ങനെ പറയുന്നിടത്തും പരസ്പര വിരോധമില്ല. ഭിന്നപ്രമേയതയാം ച, ഏതുപോലെ ശ്രോത്രാദീനാം യഥാർത്ഥ, ശ്രവണേന്ദ്രിയ ശബ്ദത്തെ ഗ്രഹിക്കുന്നു, ദർശനേന്ദ്രിയം രൂപത്തെ ഗ്രഹിക്കുന്നു, സ്പർശനേന്ദ്രിയം സ്പർശത്തെ ഗ്രഹിക്കുന്നു, ശീതോഷ്ണാദികൾ രസനേന്ദ്രിയം രസത്തെ, മധുരാദി രസത്തെ ഗ്രഹിക്കുന്നു. ഇതിനെന്താ വിരോധം? ഓരോന്നത് അതിന്റെ പണി ചെയ്യുന്നു. ഇതിന് പരസ്പര വിരുദ്ധമില്ല. എന്തുകൊണ്ട്? എല്ലാത്തിനും വിഷയം ഭിന്നമാണ്. ഇവർക്ക് തമ്മിൽ മത്സരമില്ല. ശ്രോത്രം ഒരിക്കലും പറയില്ല ഞാൻ പോയി രൂപത്തെ കൂടെ ഗ്രഹിച്ചു കളയാം. ചക്ഷുരേന്ദ്രിയം ഒരിക്കലും പറയില്ല ഞാൻ പോയി ശബ്ദത്തെ കൂടെ കേട്ട് കളയാം. അങ്ങനെ വന്നാൽ വിരോധം വരും, അടിപിടിയാവും. അവരങ്ങോട്ടും ഇങ്ങോട്ടും വിരോധിക്കുന്നില്ലെന്നുണ്ട്. അവരോട് എന്താണോ വിഷയം അതാത് അവർ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരാനപേക്ഷ, ഒന്നും മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ശ്രോത്രം ചക്ഷുരേന്ദ്രിയത്തെ അപേക്ഷിക്കുന്നില്ല. രൂപത്തെ കാണുന്നതിന് വേണ്ടി ചക്ഷുരേന്ദ്രിയം ശ്രോത്രത്തെ അപേക്ഷിക്കുന്നില്ല. ഇതെല്ലാം സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഭിന്നങ്ങളായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നുണ്ട്. തമ്മിൽ വൈരുദ്ധ്യമില്ല, വിരോധമില്ല, ഒന്നും മറ്റൊന്നിന് വ്യാഘാതമല്ല. വ്യാഘാതം അങ്ങനെ വരും. ശ്രവണേന്ദ്രിയ ശബ്ദം കേട്ട് അപ്പോൾ ചക്ഷുരേന്ദ്രിയം പറയണോ അത് ശബ്ദമല്ല, എന്നാൽ വ്യാഘാതം വന്നു. അത് പറയാൻ കഴിയത്തില്ല. അവിടെ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ പ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അർത്ഥയുഗത്വാദിതി തഥാ വാക്യലക്ഷണം ഉച്ചതേ. അതുകൊണ്ട് വാക്യം എന്ന് പറയുന്നത് ഏകാർത്ഥത്തെ ബോധിപ്പിക്കുന്നതാണ്, രണ്ടർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. അതാണ് വാക്യത്തിന്റെ ലക്ഷണം. അർത്ഥയുഗത്വാ, വാക്യേക വാക്യത അവിടെ പറഞ്ഞു. ഒരു വാക്യം വിരുദ്ധവും അവിരുദ്ധവുമായ അനേകാർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. ആണ് അർത്ഥയുഗത്വാദിത്യത വാക്യലക്ഷണം ഉച്ചതി. അനേകാർത്ഥ അവബോധിത്വ ലക്ഷണവദ്വച. ഒരു വാക്യം അനേകാർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലക്ഷണമൊത്ത വാക്യമല്ല, അത് വാക്യമേ അല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ എന്താണ് നിഗമനം? സ്വപ്രമേയ അവബോധേഹി മാനാനാം.
അവബോധോ ഹി മാനാനാം സ്വാർത്ഥ ഉച്യതേ. സ്വപ്രമേയ അവബോധം, അതാതിന്റെ വിഷയത്തെ അതാത് ഗ്രഹിക്കുന്നു ഓരോ പ്രമാണങ്ങളും. തംചേത് കുറുവന്തി വേദാന്ത കുതസ്തേഷാം മാനത. ഉപനിഷത്ത് ഇതേ ചെയ്യുന്നു, അതിന്റെ വിഷയത്തെ അത് ബോധിപ്പിക്കും. അതുകൊണ്ട് അതിനെ പ്രമാണമല്ലാന്ന് എങ്ങനെ പറയാൻ കഴിയും? രൂപത്തിന് കണ്ണ് പ്രമാണമാണ്, ശബ്ദത്തിന് ചെവി പ്രമാണമാണ്, രസത്തിന് നാവ് പ്രമാണമാണ്, ഗന്ധത്തിന് ഘ്രാണം പ്രമാണമാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആത്മീകത്വത്തിന് ശ്രുതി പ്രമാണമാണ്. ഇതിലെന്താ ദോഷം? ഇത് പുസ്തകമാണെന്ന് ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ബോധം വരുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ ശബ്ദം പ്രമേയം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. അതേ ശബ്ദം തന്നെ പറയുന്നു ആത്മീകത്വം. എന്താണ് സ്വപ്രമേയ അവബോധം? അതാണ് പ്രമാണങ്ങളുടെ സ്വാർത്ഥം. അദ്വൈതത്തെ വേദാന്തം ബോധിപ്പിക്കുന്നു. വേദാന്തം വെച്ചാൽ ഉപനിഷത്ത്. സാധാരണ ഉപനിഷത്തിന് വേദാന്തം എന്ന് പറയും. ഉപനിഷത്ത് ശബ്ദത്തിൽ ഉപനിഷത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ ബോധം അദ്വൈതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതവും വേദാന്തമാണ്. അതുകൊണ്ടവിടെ അസമാനത, സ്വാർത്ഥ വിഘാതകത്വം അതിനകത്തില്ല. അദ്വൈതത്തെയാണ് ബോധിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ കാണിച്ചത് ഉപനിഷത്ത് വാക്യാന് ബ്രഹ്മേകത്വ പ്രതിഷേധം കുറുവന്തി. ചില വാക്യങ്ങളെല്ലാം ഏകത്വത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാലോ എന്നാ അതും ശരിയല്ല. ഉപനിഷത്ത് അത് ചെയ്യുന്നില്ല. യത്ത് ലൗകികം വാക്യം അഗ്നിഷ്ണ സീതശ്ചേതിന തത്രേകവാക്യത തദ്ദേകദേശസ്യ പ്രമാണാന്തര വിഷയ അനുവാദിത്വ ഒരു ലൗകിക വാക്യത്തെ എടുക്കുന്നു. എന്നുവെച്ചാൽ സാധാരണ ലോകത്ത് പറയുന്ന വാക്യം, നേരത്തെ പറഞ്ഞ വാക്യം അഗ്നിഷ്ണ ശീതശ്ച അങ്ങനെ പറയുന്നു. ഇതെടുക്കുന്നു. ഇന്നത്തെ ഏകവാക്യത, ഇവിടെ ഏകവാക്യത്വമില്ല. എന്തുകൊണ്ട്? തദ്ദേകദേശസ്യ, അതിൽ പറയുന്ന ഉഷ്ണ എന്ന് പറയുന്ന ആ ഭാഗം പ്രമാണാന്തര വിഷയാനുവാദത്വ, മറ്റൊരു പ്രമാണത്തിലൂടെ അറിഞ്ഞ കാര്യത്തെ അനുവാദം ചെയ്യുന്നതാണ്. അതാണ് നേരത്തെ പറഞ്ഞു. ആ അനുവാദത്തെ സ്വീകരിച്ചുകൊണ്ട് ശീതം എന്ന് പറയുകയാണ്. അത് സ്വയം അനുവാദമാണ്. എങ്ങനെ? അഗ്നിഹി ഉഷ്ണ ശീത എന്ന് ഒരുമിച്ച് പ്രയോഗിച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട അല്ലെങ്കിൽ സ്പർശിച്ചറിഞ്ഞ ഉഷ്ണതയെ ഏറ്റുപറയുകയാണ്. അത് അനുവാദമാണ്. എന്നിട്ട് ശീതം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരും? അഗ്നിഹി ഉഷ്ണ ശീത എന്ന് പറയുന്നിടത്ത് വാക്യത്തിന് വ്യത്യാസമുണ്ട്. അഗ്നി ശീതയ്ക്ക് ദേഹം വാക്യം
അഗ്നിഷ്ണ ഇരുതു പ്രമാണത്തിന്റെ അനുഭവസ്മാരകം എന്നത് സ്വയം അർത്ഥാവബോധം. അതിന് ഒരു വാക്യത്തിൽ അനേകാർത്ഥമല്ല. ഇവിടെ അഗ്നി ശീത എന്ന് പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ വാക്യം. നമ്മളിതിനെ മൊത്തത്തിലൊരു വാക്യം എന്ന് പറയുമെങ്കിൽ അഗ്നിശീതെത്തിയത് ഏകം വാക്യം. എന്തുകൊണ്ട് അഗ്നി ഉഷ്ണ ഇത് പ്രമാണാന്തര അനുഭവസ്മാരം. അഗ്നി ഉഷ്ണ എന്ന് പ്രത്യക്ഷമായി അറിഞ്ഞ ഉഷ്ണത്തെ അനുവാദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്നിരുഷ്ണ എന്ന് പറഞ്ഞത്. അത് അനുഭവസ്മാരകമാണ്, അനുവാദകമാണ്. അത് സ്വയം അർത്ഥാവബോധം. ആ വാക്യം സ്വയം അർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് പ്രത്യക്ഷത്തിലൂടെ അറിഞ്ഞ അർത്ഥത്തെ പറയുകയാണ്. പ്രത്യക്ഷത്തിലൂടെ അഗ്നിരുഷ്ണമാണെന്ന് അറിഞ്ഞതിന് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ അഗ്നിരുഷ്ണ സീത എന്ന് പറയുന്നിടത്ത് ഏകവാക്യത്വമില്ല, രണ്ട് വാക്യങ്ങളാണ്. അഗ്നിരുഷ്ണ എന്ന് പറയുന്ന അനുവാദകം, സീത എന്ന് പറയുന്നത് തണുപ്പ് കാലത്തെ അഗ്നിയെക്കുറിച്ച് പറയുന്നതാണ്. എന്നത് സ്വയം അർത്ഥാവബോധകം. ഇവിടെ അഗ്നിരുഷ്ണ എന്ന് പറയുന്നത് സ്വയം അർത്ഥത്തെ ബോധിപ്പിക്കുകയല്ല, മറിച്ച് പ്രമാണാന്തര അനുഭവ സ്മാരകം. മുമ്പ് മറ്റു പ്രമാണത്തിലൂടെ പ്രത്യക്ഷത്തിലൂടെ അറിഞ്ഞ ആ അനുഭവത്തെ സ്മരിപ്പിക്കുകയാണ്. അഗ്നി ഉഷ്ണമാണ്, പ്രത്യക്ഷമായി അറിഞ്ഞ ആ ചൂടിനെ സ്മരിക്കുകയാണ്, അനുഭവത്തെ സ്മരിക്കുകയാണ്. എന്നത് സ്വയം അർത്ഥാവബോധം. അസ്വയം അർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ടെന്താണ് ഇതൊന്ന് അഗ്നിശീത ഇത്യനേകവാക്യം. അതുകൊണ്ട് അഗ്നിശീത എന്ന് പറയുന്ന ഭാഗവുമായിട്ട് അഗ്നിരുഷ്ണ എന്ന് പറയുന്നതിന് ഏകവാക്യത്വമില്ല. രണ്ടും കൂടെ ചേർന്ന അർത്ഥത്തെ അല്ല ബോധിപ്പിക്കുന്നു. അഗ്നിരുഷ്ണ എന്ന് പറയുന്ന അനുവാദവും അഗ്നിശീത എന്ന് പറയുന്നത് ആണ് അവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്. അതിനെ അനുവദിച്ചോണ്ട്, അതിന് അനുവാദം എന്ന് പറയും, ഏറ്റു പറഞ്ഞോണ്ട്. എന്തുകൊണ്ട്? പ്രമാണാന്തര അനുഭവ സ്മാരണയിലെ ഈ വക്ഷ്യമാണ്. അഗ്നിരുഷ്ണ എന്ന് പറയുന്നത് പ്രമാണാന്തര അനുഭവം, തൊട്ടറിഞ്ഞു കണ്ടറിഞ്ഞു അനുഭവത്തിന്റെ സ്മാരണം, അതിനെ സ്മരിപ്പിക്കുകയാണ്. ഉപക്ഷീയമണത്വ, അതുകൊണ്ട് അതിന്റെ ജോലി തീർന്നു. അത് അഗ്നിശീല എന്ന് പറയുന്നതിനോട് കൂടി ചേരുന്നില്ല. അങ്ങനെയുള്ളതിനെ അനുവാദകം എന്ന് പറയും. അതാണ് ഞാൻ കാണുന്ന പുസ്തകം എന്ന് പറയുമ്പോൾ വേറൊരാൾ പറയുകയാണ് ഇത് പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതിനെ അനുവാദം ചെയ്തുകൊണ്ട് പുസ്തകം എന്ന് പറയുന്നു. അതുപോലെ അത് മറ്റൊരു ഉദാഹരണം. ഇവിടെയും അഗ്നിരുഷ്ണ എന്നുള്ളതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട്, അത് പ്രത്യക്ഷമായി ഗ്രഹിച്ചാണ് ഏറ്റുപറഞ്ഞുകൊണ്ട് അഗ്നിശീത എന്നുള്ളത് ബോധത്തെ ഉണ്ടാക്കുന്നു. ഇനി ഇത് വിരുദ്ധാർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വിരുദ്ധാർത്ഥ പ്രതിവാദമില്ല. അതായത് ഉപനിഷത്ത് വിരുദ്ധാർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ടുവരുന്നത്. അഗ്നിരുഷ്ണശീല എന്ന് പറയുന്ന വിരുദ്ധാർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കരുതുകയാണെങ്കിൽ തശീതോഷ്ണ പദാഭ്യാം അഗ്നിപദ സാമാനാധികരണ പ്രയോഗനിമിത്തഭ്യാം. എന്തുകൊണ്ട്? ശീത ഉഷ്ണ പദങ്ങളിലൂടെ അഗ്നിശീല അഗ്നി ഉഷ്ണ എന്ന് പറയുന്ന രണ്ട് പദങ്ങളിലൂടെയും പദങ്ങൾ അഗ്നിപദ സമാനാധികരണം, അഗ്നിയോട് ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അഗ്നി ശബ്ദം ഉപയോഗിച്ചിരിക്കുന്ന അതേ ഭക്തിയിൽ തന്നെ പ്രഥമാന്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അഗ്നി ശീത ഉഷ്ണ. അപ്പോൾ പരസ്പര വിരുദ്ധ അർത്ഥങ്ങളുള്ള രണ്ട് സ്വതന്ത്ര പദങ്ങളെ മറ്റൊന്നിനോട് കൂടി ചേർത്തപ്പോൾ, അഗ്നിയോട് കൂടി ചേർത്തപ്പോൾ
ഉണ്ടാകുന്ന ഭ്രാന്തിയാണ് പറയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് അഗ്നി ഉഷ്ണമെന്നും അഗ്നി ശീതമെന്നുള്ള ബോധം ഉണ്ടാകുന്നു. ത്വേകസ്യ വൈദികസ്യ അനേകാർത്ഥത്വം ലൗകികസ്യ വൈദികസ്യ. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ലൗകികമോ വൈദികവുമായിട്ട് മീമാംസകളുടെ ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ്. ഒരു വാക്യത്തിൽ അനേകാർത്ഥമില്ല. അനേകാർത്ഥം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തെ അനുവാദമായി സ്വീകരിച്ചു കൊണ്ട് ബാക്കി ഭാഗത്തെ വെളിപ്പെടുത്തുന്നു എന്ന് സ്വീകരിക്കണം. അതുകൊണ്ട് ലൗകികമോ വൈദികവുമായിട്ട് ഉപനിഷത്തിന് വേണ്ടി മാത്രം പറയുന്നതല്ല. ഒരു വാക്യവും അനേകാർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല, ഏകാർത്ഥത്തെ ബോധിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉപനിഷത്ത് ഏകാർത്ഥം ബ്രഹ്മേകത്വം എന്ന് പറയുന്ന ഏകാർത്ഥത്തെ ബോധിപ്പിക്കുന്നുള്ളൂ, ജീവനാനാത്വത്തെ ബോധിപ്പിക്കുന്നില്ല എന്നർത്ഥം. ഉപനിഷത്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ പറയുന്നു. അഗ്നി കൃഷ്ണ സീത എന്ന് പറയുന്ന പോലെ ബ്രഹ്മേകത്വവും നാനാത്വവും പറയുന്നു. ഇതിനെ പ്രമാണമായി സ്വീകരിക്കാൻ വയ്യ. എന്തെങ്കിലും അസംബന്ധങ്ങൾ പുലമ്പുന്നതിനെങ്ങനെ പ്രമാണമായി സ്വീകരിക്കും? പരസ്പര വിരുദ്ധമായി പരസ്പര സംബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒന്നിനെ പ്രമാണമായി എങ്ങനെ സ്വീകരിക്കും? അതിന് സമാനമാണ് പറഞ്ഞത്. ആ പ്രമാണം തന്നെയാണ്. അവിടെ വിരുദ്ധാർത്ഥത്തെ പ്രതിപാദിക്കുന്നില്ല. വിരുദ്ധാർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. ഇവിടെ ഒരാൾ പറയണ എനിക്ക് ഏകത്വം ജ്ഞാനമുണ്ട്, നാനാത്വം ജ്ഞാനമുണ്ട്, ഭ്രാന്തിയാണ്. അതുകൊണ്ടത് പറയുന്നു, വേദത്തിൽ മാത്രമല്ല ലോകത്തിൽ സാധാരണ സംഭാഷണം ഭാഷയിൽ പോലും വിരുദ്ധാർത്ഥത്തെ പ്രയോഗിച്ചാൽ അതിന് ബോധമുണ്ടായാൽ അത് ഭ്രാന്തിയാണ്, യഥാർത്ഥ അനുഭവമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലൗകികമോ വൈദികവുമായ ശബ്ദങ്ങൾക്ക് അനേകാർത്ഥതയില്ല. ഇനി അടുത്ത ചോദ്യം വരും. സ്വാർത്ഥവിഘാതകമായതുകൊണ്ട്, പറയുന്ന അർത്ഥത്തിന് വിരുദ്ധമായി കാര്യം പറയുന്നതുകൊണ്ട് ഉപനിഷത്ത് പ്രമാണമല്ല എന്നാണ് ഇതുവരെ പറഞ്ഞത്. അതിന് സമാനം പറഞ്ഞ എന്താണ്? ഇവിടെ വിരുദ്ധാർത്ഥത്തെ പറയുന്നില്ല ഉപനിഷത്ത്. എവിടെയെങ്കിലും ദ്വൈതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അദ്വൈത ബോധത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ്. വിരുദ്ധാർത്ഥം പറയുന്നു എന്ന് പറയുന്നത് തോന്നലാണ്, പറയുന്നില്ല. അടുത്ത ചോദ്യം. യച്ചോക്തം കർമ്മകാണ്ഡ പ്രാമാണ്യ വിഘാതകൃതുപനിഷത്ത് വാക്യമേ. മുമ്പ് പറഞ്ഞു കർമ്മകാണ്ഡ പ്രാമാണ്യത്തിന് വിരോധമാണ്. കാരണം കർമ്മകാണ്ഡം നാനാത്വത്തെ പറയുന്നു, ഉപനിഷത്ത് ഏകത്വത്തെ പറയുന്നു. അപ്പോൾ വേദം ഒന്നാണ്, വേദത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് കർമ്മകാണ്ഡവും ഉപനിഷത്ത്. അത് കർമ്മകാണ്ഡത്തിന്റെ പ്രാമാണ്യത്തെ ഇല്ലാതാക്കുന്നു. സ്വാർത്ഥവിഘാതത്വം കൊണ്ട് അപ്രാമാണ്യമാണ്. വേദത്തെ ഒന്നായിട്ടെടുക്കുക, രണ്ടായിട്ടെടുക്കണം. ഉപനിഷത്ത് കർമ്മകാണ്ഡം അങ്ങനെയാണ്. ഒന്ന് വേദം ഒന്നേ ഉള്ളൂ. ഒരു ഭാഗത്ത് കർമ്മത്തെക്കുറിച്ച് പറയുന്നു, വേറെ കർമ്മം ത്യജിക്കാൻ പറയുന്നു. ഇത് പരസ്പര വിരുദ്ധമാണ്. പൂർവമീമാംസകന് വരുന്ന പ്രാമാണ്യ വിചാരത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, വളരെ ചെറിയൊരംശം. ഭാഷ്യകാരൻ അത്രയും ഗഹനമായിട്ട് പോകുന്നില്ല.
കുമാരലഭട്ടൻ, പ്രഭാകര മിശ്രൻ, പാർത്ഥസാരഥി മിശ്രൻ തുടങ്ങിയ മീമാംസകർ ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് വളരെ ദീർഘമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെ വേദത്തിൽ പ്രാമാണ്യം വരും, അല്ലെങ്കിൽ ശബ്ദത്തിന് എങ്ങനെ പ്രാമാണ്യം വരും, അതിൽ നിന്നൊരാൾക്ക് ശരിയായ ബോധം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ പരാമർശം മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ പൊതുവെ വേദത്തിന്റെ രണ്ടായി തിരിച്ച് പൂർവ്വഭാഗം കർമ്മകാണ്ഡം, ഉത്തരഭാഗം ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടിടത്ത് രണ്ടർത്ഥം പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് കർമ്മകാണ്ഡത്തിന്റെ പ്രാമാണ്യത്തെ നിഷേധിക്കുന്നു. എങ്കിലും ഒന്ന് ശരിയെന്ന് പറയേണ്ടി വരുമെന്നാണ് പറയുന്നു. തന്നത് ശരിയല്ല, അന്യർത്ഥത്വം. ഉപനിഷത്തിന്റെ അർത്ഥം വേറെയാണ്, കർമ്മകാണ്ഡത്തിന്റെ അർത്ഥം വേറെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് കാണുന്നതൊന്നും ചെവി കേൾക്കുന്ന മറ്റൊന്നും, രണ്ടും തമ്മിലെങ്ങനെ വിരോധം വരുന്നത്? ഒരു വാക്യത്തിൽ രണ്ടർത്ഥത്തെ പറഞ്ഞാലേ വിരോധം വരുന്നത്. രണ്ടു വാക്യത്തിൽ രണ്ടർത്ഥം പറയുന്നതിന് വിരോധം. ഒരു പ്രമാണം പരസ്പര വിരുദ്ധമായി പറയുകയാണെങ്കിൽ വിരോധമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. കണ്ണ് പറയുന്നു ഇത് രൂപമല്ല ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരോധമാണ്. ഇവിടെ രണ്ടിന്റെ അർത്ഥം രണ്ടാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നു, കർമ്മകാണ്ഡം പറഞ്ഞു. എങ്ങനെ ബ്രഹ്മേകത്വ പ്രതിപാദന വരാഹി ഇഷ്ടാർത്ഥപ്രാപ്ത സാധനോപദേശം തസ്മാ പുരുഷ നിയോഗം മാരേന്തി. അനേകാർത്ഥത്വ അനുപത്തേ ചെയ്യുക. അതാണ് ഇതുവരെ പറഞ്ഞത്. ഇവിടെ അനേകാർത്ഥത്വമില്ല. ഉപനിഷത്ത് എന്ത് ചെയ്യുന്നു? ബ്രഹ്മേകത്വത്തെ പറയുന്നു. നമ്മൾ സാധാരണ പറയാം, ഈ വേദമൊക്കെ എന്താ, ഇതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയും. ഒരിടത്തൊന്ന് പറയും, വേറെടുത്ത് മറ്റൊന്ന് പറയും. ഇതൊക്കെ എങ്ങനെ സ്വീകരിക്കും? സാധാരണ പറയാറില്ല. ആരെങ്കിലും ഒരാൾ തന്നെ പറയുന്ന വാക്യത്തിൽ പരസ്പര വിരുദ്ധമായി എന്ന് പറഞ്ഞ് പറയും, അത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതാണ്, അങ്ങനെ പറയും. ആ പരസ്പര വിരുദ്ധം സംസാരിക്കുന്നതിന് ദോഷമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. കാലദേശങ്ങൾക്ക് പറയും പകലാണ് എന്ന് പറയും, ഇത് രാത്രിയാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. കാരണം വേറൊരു ഭാഗത്ത് ഇപ്പോൾ രാത്രിയാണ്, ദേശഭേദം കൊണ്ട് ശരിയാവും. ഇനി രാത്രിയാണെന്ന് പറയുന്ന ഒരിടത്ത് പറയുന്നു, വേറിടത്ത് പറയുന്നു പകലാണ്. അപ്പോൾ കാലഭേദം കൊണ്ട് പൂർവ്വകാലത്ത് രാത്രിയായിരുന്നു, ഇപ്പോൾ പകലാണ്. അപ്പോൾ കാലദേശഭേദങ്ങൾ കൊണ്ട് വിരോധങ്ങളെല്ലാം പരിഹരിക്കും. അതുപോലെ ഉപനിഷത്ത് ബ്രഹ്മേകത്വത്തെ പറയുന്നു. ആ ഉപനിഷത്ത് തന്നെ ഇഷ്ടാപ്രാപ്തു സാധനോപദേശം നവാരേന്തി. സ്വർഗത്തിന് വേണ്ടി യാഗം ഉപകരിക്കത്തില്ല എന്ന് പറയുന്നില്ല. എന്നാൽ ശരി, എന്നാൽ വിരോധം വരും. പൂർവമീമാംസയിൽ പൂർവകാണ്ഡത്തിൽ പറയുന്നത് എന്താണോ? സ്വർഗത്തിനുപായം യാഗം. എന്നിട്ട് ഉപനിഷത്തിൽ പറയുകയാണ് യാഗം സ്വർഗത്തിനുപായമല്ല എന്ന് പറഞ്ഞാൽ വേദത്തിന് വിരോധം വരും. അത് പറയുന്നില്ല. ഇഷ്ടപ്രാപ്തി സാധനോപദേശം എന്ന വരേണ്ടി. ഇഷ്ടപ്രാപ്തി, ഇഷ്ടം സ്വർഗം, അതിന്റെ പ്രാപ്തിക്ക് സാധനം യാഗം, അത് ഉപകരിക്കില്ല എന്ന് പറയുന്നില്ല. അതിന് വേദത്തിന് വിരോധം വരാത്ത. തസ്മിൻ വാ പുരുഷ നിയോഗം വരേന്തി, അതും പറയുന്നില്ല. എന്താണ്? സ്വർഗത്തെ ഉദ്ദേശിച്ച് യാഗം ചെയ്യരുത്, അതും പറയുന്നില്ല. ഉപനിഷത്ത് അത് പറയുന്നില്ല. എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എന്നുവെച്ചാൽ യാഗം ചെയ്താൽ സ്വർഗം കിട്ടത്തില്ല, അതുകൊണ്ട് ചെയ്യരുത് അങ്ങനെ പറയുന്നു. അത് ഉപനിഷത്തിന്റെ ജോലിയല്ല, അത് പറയുന്നു. പുരുഷപ്രവൃത്തിയെ നിഷേധിക്കുന്നില്ല അവിടെ. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞു യാഗം ചെയ്താൽ സ്വർഗം കിട്ടും.
ഇങ്ങോട്ട് വന്നിട്ട് യാഗം ചെയ്താൽ സ്വർഗം കിട്ടത്തില്ല, അത് പറയുന്നില്ല. അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കേണ്ട. യാഗം ചെയ്താൽ സ്വർഗം കിട്ടത്തില്ല, അതുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പുരുഷപ്രവൃത്തിയെ നിഷേധിക്കുന്നില്ല തിരകാണ്ഡം. അതങ്ങനെ ഏകത്വത്തെ പറയുന്നു, സർവകർമ്മ സന്യാസത്തെ പറയുന്നു, അപ്പൊ വിരോധം വരുന്നില്ല, അതില്ല എന്നുള്ള കാര്യം പറയും. ഇവിടെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നില്ല? അനേകാർത്ഥത്വം അനുപത്തി. അനേകാർത്ഥത്വം ഇല്ല, വേറെ വേറെ വാക്യങ്ങളാണ്. ഭിന്ന വാക്യങ്ങൾക്ക് ഭിന്നാർത്ഥം, ദോഷമില്ല. ഒരു വാക്യത്തിൽ അനേകാർത്ഥം വരുന്നില്ല. ഉപനിഷത്ത് എന്താണ് പറയുന്നത്? ബ്രഹ്മേകത്വം, അതും മാത്രമേ അതിന് താല്പര്യമുള്ളൂ. മറ്റ് കാര്യങ്ങളൊന്നും അത് ഇടപെടുന്നില്ല. പൂർവ്വകാണ്ഡം എന്താണോ? യാഗവും സ്വർഗവും, അതിലേ അതിന് താല്പര്യമുള്ളൂ. മറ്റു കാര്യങ്ങളിലൊന്നും അത് ഇടപെടുന്നില്ല. അപ്പോൾ ഇത് തമ്മിൽ വിരോധമില്ല. ഇവിടെ പറയുന്ന ആത്മബോധത്തെക്കുറിച്ചാണ്. ആത്മബോധം ഉപനിഷത്ത് വാക്യത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് പല അർത്ഥങ്ങളും കാണുന്നവരുണ്ട്. അവരെല്ലാം ചോദിക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്ന ഏകത്വബോധം അങ്ങനെ ഉപനിഷത്ത് വാക്യത്തിൽ നിന്നുണ്ടാവും. അതിന് വേറെന്തെങ്കിലും ചെയ്യേണ്ടി വരും. ജപിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ വേണ്ടി വരും. അല്ല ഉപനിഷത്ത് വാക്യത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടാവും. ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ പല ചോദ്യങ്ങളും ചോദിക്കും. അതെങ്ങനെയാണ്? ഉപനിഷത്ത് എങ്ങനെ പ്രമാണമാകുന്നു? മറ്റു ഭാഗങ്ങൾ എങ്ങനെ പ്രമാണമാകുന്നു? എങ്ങനെ വൈരുദ്ധ്യം വരുന്നു? ഇതിനെല്ലാം സമാനം പറയേണ്ടി വരും. ഇവിടെ പറയുന്ന യുക്തി അതാണ്. അനേകാർത്ഥത്വ അനുഭവത്തെ. ഉപനിഷത്തിന് അങ്ങനെ അനേകാർത്ഥമില്ല. കർമ്മകാണ്ഡത്തിലും അനേകാർത്ഥമില്ല. എന്നുവെച്ചാൽ കർമ്മകാണ്ഡ വാക്യാനം സ്വാർത്ഥേ പ്രമാണോത്പദ്യത്തെ. ചോദിക്കുന്നു, കർമ്മകാണ്ഡം ആണ് നിങ്ങൾ അധ്യയനം ചെയ്യുന്നത്, ഉപനിഷത്തല്ല. എന്താ അവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ? സ്വാർത്ഥത്തിൽ പ്രമ അവിടെ ഉണ്ടാകത്തില്ലേ? എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിഹോത്രം ചെയ്യണം, ജ്യോതിഷ്ഠോമം ചെയ്യണം, സ്വർഗത്തിൽ പോകണം, ഇത്തരം കാര്യങ്ങളല്ലേ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. അതാണ് നേരത്തെ പറഞ്ഞത് സ്വപ്രമേയ അവബോധവും സ്വാർത്ഥം. അതാണ് അവിടുത്തെ വിഷയം. കർമ്മകണ്ഡവാക്യം സ്വാർത്ഥേ പ്രമ ന ഉത്പദ്യതേ ഉണ്ടാകുന്നു. ന ഉത്പദ്യതേതി ന അസാധാരണ സ്വാർത്ഥേ പ്രമ ഉത്പാദിത വാക്യം കുതോ അന്യേന വിരോധസ്യ. അസാധാരണമായ വിഷയത്തിൽ, സ്വാർത്ഥത്തിൽ, മറ്റു പ്രമാണത്തിന് വിഷയമല്ലാത്ത, ഉപനിഷത്തിന് വിഷയമല്ലാത്ത, അതാണ് അസാധാരണ. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ യാഗത്തിലും സ്വർഗത്തിലുമെല്ലാം പ്രമാം ഉത്പാദയനി, പ്രമേയം ഉണ്ടാക്കുന്നു, ബോധത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള വാക്യം, പൂർവകാണ്ഡ വാക്യങ്ങൾ പൊതുവെ അന്യേന വിരോധാൻ ഉപനിഷത്തുമായിട്ട് എന്താ വിരോധം? ഒരു വിരോധമില്ല. ഉപനിഷത്ത് അതിന്റെ വഴിക്ക് പോകുന്നു, കർമ്മകാണ്ഡം അതിന്റെ വഴിക്ക് പരസ്പര വിരോധമൊന്നുമില്ല. ചെവിയുടെ വഴിക്ക് പോകുന്നു, കണ്ണിന്റെ വഴിക്ക് പോകുന്നു, എനിക്ക് വിരോധമൊന്നുമില്ല. ബ്രഹ്മേകത്വേ നിർവിഷയത്വ പ്രമാണ ഉത്പത്തിയെ വിധിച്ച് പറയുന്നു. ഉപനിഷത്ത് ഒരാൾ അധ്യയനം ചെയ്യുന്നു, അധ്യയനത്തിൽ നിന്ന് അയാൾക്ക് ബ്രഹ്മയുഗത്വ ജ്ഞാനം ഉണ്ടായി, എല്ലാം ഏകമായി സമീകരിച്ചു. പിന്നെ അവിടെ വിഷയമേ ഇല്ല, ബ്രഹ്മമല്ല മറ്റൊന്നുമില്ല. പിന്നെ എങ്ങനെയാ കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും, യാഗത്തെക്കുറിച്ച് എങ്ങനെ ജ്ഞാനം ഉണ്ടാവും, സ്വർഗത്തെക്കുറിച്ച് എങ്ങനെ ജ്ഞാനം ഉണ്ടാവും? ഉപനിഷത്തിൽ അതല്ലേ പറയുന്നു, ബ്രഹ്മേകത്വം. നേരത്തെ പറഞ്ഞ എന്താണ്? കർമ്മകാണ്ഡ വാക്യങ്ങൾ സ്വാർത്ഥത്തിൽ പ്രമേയം ഉണ്ടാക്കുന്നു എന്നാണ്. കർമ്മകാണ്ഡ വാക്യങ്ങളിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നു. ബ്രഹ്മേകത്വം
വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ ജ്ഞാനം ഉണ്ടാകുന്നു? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപനിഷത്ത് കർമ്മകാണ്ഡത്തിന്റെ പ്രാമാണ്യത്തെ നിഷേധിക്കും. അപ്പോൾ ഇത് മറ്റതിന് വിരോധമായി തീരുന്നതാണ്. എന്താ ദോഷം? അതാണോ ശരി, ഇതാണോ ശരി എന്ന് നിർണ്ണയിക്കാൻ കഴിയാതെ വരും. അതാ ദോഷം. ഉപനിഷത്തിനാണ് പ്രമാണം, പൂർവ്വകാണ്ഡത്തിനില്ല എന്നൊരു കൂട്ടർ പറയും. വേറെ കൂട്ടർ പറയും പൂർവ്വകാണ്ഡത്തിനുണ്ട് ഉപനിഷത്തിനില്ല. ഇതിലേതാ ശരി? മനുഷ്യന് ആശയക്കുഴപ്പം വരും. കർമ്മങ്ങളെ അനുഷ്ഠിക്കണമോ അതോ കർമ്മങ്ങളെ ത്യജിക്കണമോ എന്നുള്ള ഇത് വരും. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന തരത്തിൽ ബ്രഹ്മേകത്വം നിർവിഷയത്വം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപനിഷത്തിൽ നിന്ന് ആ ഒരു ബോധം ഉണ്ടാകാൻ പിന്നെ ഞാനും ഉണ്ടാകത്തില്ല എന്നാണെങ്കിലും ഒന്നാ പ്രത്യക്ഷത്വപരമായ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വന്തം അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ദർശപൂർണമാസാഭ്യാസർഗാമോ ചെയ്ത അബ്രാഹ്മണോനഹദ്യമാദിവാദിക്കും പ്രത്യക്ഷക്രമാജായമാന അസനയോ ഭവിഷ്യദ്യോ ബ്രഹ്മയുക്തം ബോധയന്തി ഇത്യനുമാനം എന്നുവെച്ചാൽ പ്രത്യക്ഷവിരോധ പ്രാമാണ്യം ലഭ്യതേ തസ്മാത് അസത് ഏതദ്ഗീതേ പ്രമേവെന്ന ഉത്പത്തിയതേ. പറയുന്നത് സ്വാനുഭവമല്ല. കാട് കയറി പോകുന്നതിന് അവനവന്റെ അനുഭവത്തെ എന്നുകൊണ്ട് ചിന്തിച്ചു. ദർശപൂർണ്ണ മാസാഭ്യാസർഗാമയി ചെയ്ത ഒരു വാക്യം. ദർശപൂർണ്ണ മാസ യാഗങ്ങളെ കൊണ്ട് സ്വർഗത്തെ നേടണം. വേറെ വാക്യം ബ്രാഹ്മണോന ഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത്. ഒന്നെന്താണ് വിധി, യാഗത്തെ ഇങ്ങനെ നേടുക. മറ്റൊന്നെന്താണ് നിഷേധം, കൊല്ലരുത്. ഇത്തരം വാക്യങ്ങളിൽ വിധിയും നിഷേധത്തെയും ബോധിപ്പിക്കുന്ന ഈ വാക്യങ്ങളെല്ലാം പ്രത്യക്ഷ പ്രമാജായമാന, പ്രത്യക്ഷമായി ജ്ഞാനം ഉണ്ടാകുന്നു. ആര് വായിച്ചാലും ശരി, ബ്രഹ്മജ്ഞാനി ആയാലും ശരി, ആരായാലും ശരി, ഈ വാക്യം കേട്ടുകഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാകും. നിങ്ങളെന്താ പറയുന്നത്? അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഉപനിഷത്ത് ബ്രഹ്മേകത്വം ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിപ്പിച്ചാൽ ഇത് ഒരു അനുമാനം മാത്രമാണ്, പ്രത്യക്ഷം അങ്ങനെയല്ല. വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകും. മറ്റൊരു അനുമാനമാണ്. ഉത്തരകാണ്ഡത്തിൽ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകത്തില്ല. വിധി നിഷേധങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. വേറെ തരത്തിലറിയാം. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ വിധി നിഷേധങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. ഇത് കേവലം ഒരു ഊഹം മാത്രമാണ്, അനുഭവമല്ല. കേട്ടു നോക്കുക, ബോധം ഉണ്ടാവുകയില്ല എന്നുള്ളത്. നമ്മുടെ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മകാണ്ഡ വാക്യങ്ങൾ കേട്ടിട്ട് എന്താ അതിന് അർത്ഥബോധം ഉണ്ടാകത്തില്ല. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥബോധം ഉണ്ടാകാത്ത ആളാണ്. ഇനി വേറെ തരത്തിൽ വേണമെങ്കിൽ പറയും, എല്ലാം ബ്രഹ്മമെന്നറിയുന്നു ഒരാൾ, സർവം ബ്രഹ്മം തന്നെ, സർവം ബ്രഹ്മമായി. അതിനോട് പറയുന്നു ഇതാ ഒരു ആന വരുന്നു എന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അത് വേണ്ട, ബ്രഹ്മജ്ഞാനിയോട് പറയും ഇതാ ഇത് നിന്റെ ശിഷ്യനാണ്, ബോധം ഉണ്ടാകത്തില്ല. എല്ലാം ബ്രഹ്മം, എല്ലാം ബ്രഹ്മമെന്ന് അറിഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഊഹിക്കാം, അത് അനുമാനമാണ്. പക്ഷെ ബ്രഹ്മജ്ഞാനിയുടെ അനുഭവം അങ്ങനെയല്ല, ആ ബോധം ഉണ്ടാകും. ഇത് ശിഷ്യനാണ്, അതുകൊണ്ടല്ലേ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നു. തൂണിനെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നു, കല്ലിനെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നു, ശിഷ്യനെ ഉപദേശിക്കുന്നു. എന്തുകൊണ്ടവിടെ ശിഷ്യനാണെന്നുള്ള ബോധമുണ്ട്.
നമുക്ക് പല ധാരണകളുണ്ട്. ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് മറന്നു പോകും. പിന്നെ ഏതോ ഒരു ലോകത്തിലാണ്, സമാധിയിലാണ്. അതാണ് ഇതാണ് ഓരോ ഭാവനകളാണ്, ഒരടിസ്ഥാനമില്ലാത്ത സ്വാനുഭവമായിട്ട് നിൽക്കാത്ത ഭാവനകൾ. ഭാവനാ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭാവനകളിൽ നിന്ന് മോചനം കിട്ടിയത് തന്നെ വലിയ കാര്യം. വാസ്തവത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്നതല്ല. ഈ ഒരു ബ്രഹ്മജ്ഞാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഭാവനകളിൽ നിന്നെല്ലാം സ്വതന്ത്രനായി ജീവിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം. എല്ലാം കൽപ്പനകളാണ്. അതുകൊണ്ടാണ് എത്തിക്കുന്നത് ബ്രഹ്മജ്ഞാനിക്ക് ഏകത്വജ്ഞാനം ഉണ്ടാകും. ഇനി ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല. ഇതിവിടെ കേവല അനുമാനമാണ്. പക്ഷെ അത് പ്രത്യക്ഷത്തിന് വിരുദ്ധമാണ്. ബ്രഹ്മജ്ഞാനിയുടെ അനുഭവത്തിന് വിരുദ്ധമാണ് എന്നാണ്. തസ്മത് അസദൈവേദത്തി. അതുകൊണ്ട് ഈ നിങ്ങൾ പറയുന്നതൊക്കെ അസംബന്ധമാണ്. എല്ലാം ശരിയെന്നല്ല പറയും. പ്രമേവനുപദ്ധ്യത, അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ബ്രഹ്മബോധമുള്ളവന് പൂർവാണ്ടത്തിൽ നിന്ന് ബോധം ഉണ്ടാകാം. അത് ബ്രഹ്മബോധത്തിന് ബാധകമല്ല, ബ്രഹ്മബോധത്തെ ബാധിക്കുന്നതല്ല. ഇത് ആന വരുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നഷ്ടപ്പെട്ടു. പിന്നെ ആ ജ്ഞാനം കൊണ്ട് എന്താ പറയുന്നത്? അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ അസംബന്ധമാണ്. അസദൈവേദഗീത പ്രമേവനുപദ്ധ്യത. ഭ്രമം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ശരിയില്ല. അപിച്ച യഥാപ്രാപ്തസ്യൈവ അവിദ്യാപ്രതി പ്രസ്ഥാപിതസ്യ ക്രിയാകാരക ഫലസ്യ ആശ്രയേണ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ സാമാന്യേ പ്രവൃത്തസ്യ തദ്വിശേഷം അജാനതഃ തദാചക്ഷാണാശ്രുതി ക്രിയാകാരക ഫലഭേദസ്യ ലോകസിദ്ധസ്യ സത്യതാം അസത്യതാം വാ ന ആജഷ്ഠേ എന്നുവെച്ച വാരേതി ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ വിധിപരത്വ. ഇവിടെ പറയുന്നത് എന്താണ്? വേദം ആരെ കൊണ്ടും ഒന്നും ചെയ്യിക്കുന്നില്ല. ആരെയും ഒന്നിൽ നിന്നും പിന്മാറ്റുന്നതുമില്ല. മുമ്പും വന്നിട്ടുണ്ട്. ശബ്ദം ജ്ഞാപകമാണ്, കാരകമല്ല. തലവണ വന്നിട്ടുണ്ട്. അവിടെ വിശദീകരിക്കുകയാണ്. ശബ്ദം ബോധിപ്പിക്കും, ഗുരുപദേശിക്കും. നീ നന്നാവണം. ശബ്ദമാണ്. ഉപദേശം അവന് ബോധത്തെ ഉണ്ടാക്കണം. ഞാൻ നന്നാവണം. നന്നാവണോ വേണ്ടതെന്നുള്ള കാര്യം അവൻ തീരുമാനിക്കും. ഉപദേശത്തിന് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഉപദേശിച്ചിട്ട് നന്നാവാത്ത. ഉപദേശത്തിന്റെ കുറ്റവൻ കേൾക്കുന്നവന്റെ തകരാറുമില്ല. നന്നാവണമെങ്കിൽ അതിന്റെ സംസ്കാരം അവന് വേണം. ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കും. സത്യം പറയണം ഒരു ഉപദേശമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടോ? സത്യം പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. എന്തുകൊണ്ട്? അതൊരു ഉപദേശമാണ്. ഉപദേശം കേവലം സത്യവചനം എന്നൊരു ജ്ഞാപകമാണ്. അത് ബോധിപ്പിക്കുന്നേ ഉള്ളൂ. അതിനാ മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. പ്രവർത്തിക്കണമെങ്കിൽ അവന്റെ സംസ്കാരം വേണം. സത്യം പറയുന്ന ഒരു സംസ്കാരം വേണം. സർവത്ര, അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി, ശബ്ദം ജ്ഞാപകമാണ്. അത് ബോധത്തെ ഉണ്ടാകും.
ഇനി ആ ബോധമുണ്ടായി. ആ ബോധത്തിൽ നിന്ന് പിന്നെ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായി. ആ സംസ്കാരം കൊണ്ട് അവന് പ്രവൃത്തി ഉണ്ടാകാം. അത് വേറെ കാര്യം. പിന്നെ ഒരാൾ പറയുന്നു, ഉപദേശിക്കുന്നു, പറയും അയാൾ ഉപദേശിക്കുന്നു, പക്ഷെ അയാളുടെ ഉപദേശം അനുസരിച്ചല്ലല്ലോ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പറയും. അവിടെ ഇത് പ്രവർത്തിക്കാൻ കഴിയാത്ത ഉപദേശിക്കാതിരിക്കുന്നത് നല്ലതാണ്. അതാണ് ഉത്തമം. തനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത താൻ ഉപദേശിക്കാതിരിക്കും. പക്ഷെ ഉപദേശിക്കുന്നുകൊണ്ട് അയാൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ഉപദേശം ജ്ഞാപകമാണ്, കാരകമല്ല. തനിക്ക് കിട്ടിയ ഉപദേശത്തെ അയാൾ ഉപദേശിക്കുന്നു മറ്റുള്ളവർ. അത്രയും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപദേശിക്കുന്നു പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇവിടെ വാ എന്ന് പറഞ്ഞാൽ വരത്തില്ലേ? അശബ്ദം കാരകമല്ലേ? അശബ്ദമല്ലേ അവനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത്. അനുസരണമുള്ളവനാണെങ്കിൽ വരും, അല്ലാത്തവൻ വരുമോ? ഇല്ല. ഒരാൾ വരണ്ടെന്നാണ് നിശ്ചയിച്ചാൽ വരുമോ? ഇല്ല. ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു അവന് പോകണമെന്ന് അവൻ തീരുമാനിച്ചാലേ പോകും. അവന് ആ ശബ്ദത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു. പറഞ്ഞത് പോകണമെന്നാണ്, പറഞ്ഞത് വരണമെന്നാണ്, പറഞ്ഞത് ചെയ്യണമെന്നാണ്, മറ്റത് ചെയ്യണ്ടെന്നാണ്. പക്ഷെ പ്രവൃത്തി അവന്റെ സംസ്കാരം അനുസരിച്ച്. അനുസരണയില്ലാത്തവനോട് വാ പോകാനെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാണുന്നു അതല്ലേ. ഗുരു എല്ലാവരെയും ഉപദേശിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നു, ചെയ്യുന്നു. ചിലർ ചെയ്യും, ചിലർ ചിലപ്പോൾ ചെയ്യും, ചെയ്യാതിരിക്കും. ആത്യന്തികമായി സംഭവിക്കുന്നത് ശിഷ്യന്റെ സംസ്കാരം അനുസരിച്ചിട്ടാണ്, ഗുരുവിന്റെ ഉപദേശം അനുസരിച്ചിട്ടില്ല. സംസ്കാരമുള്ളവരാണെങ്കിൽ പറയുന്നത് കഴിയുന്നത്ര ചെയ്യാമെന്ന്. ആ സംസ്കാരമില്ലെങ്കിൽ പറഞ്ഞാലും ഒരു വിശേഷമില്ല. അവന് ചെയ്യാൻ കഴിയത്തില്ല, അവന്റെ കുറ്റമല്ല. എന്തുകൊണ്ട്? ശബ്ദം ജ്ഞാപകമേ ആകുന്നുള്ളൂ, കാരകമാകുന്നില്ല. ഇത് വലിയ സിദ്ധാന്തമാണ്. ആർക്കും ആരെക്കുറിച്ചും പരാതി പറയേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അത് ശരിയായ മാർഗത്തിൽ പോകണം. അവന്റെ സംസ്കാരത്തെ ശുദ്ധമാക്കുക, സംസ്കരിക്കുക, അതിനുള്ള വഴികൾ നോക്കുക. അതിന് ഉപദേശവും സഹായിക്കും. ചിത്തസംസ്കരണത്തിന് ഉപദേശവും സഹായിക്കും. പ്രവൃത്തിക്ക് സംസ്കാരമാണ്, ഉപദേശമല്ല. എവിടെ നോക്കിയാലും ശരി ഇതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഉപദേശം കൊണ്ട് നന്നാകാത്തത്. നന്നാകുന്നുണ്ടെങ്കിൽ അതവന്റെ ഉപദേശം അവനിൽ പ്രവർത്തിച്ച് ആ സംസ്കാരത്തെ മാറ്റം വരുത്തി ആ സംസ്കാരം ഉണ്ടായി. അടുത്ത് പറയും ഭാഷ്യകാരൻ, ഞാൻ നേരത്തെ പറഞ്ഞു എന്നേയുള്ളൂ. പുരുഷ രാഗാദിഗൗരവാ ശാസ്ത്രമോക്തി അതിക്രാമന്ത. ഉപദേശത്തെ ആൾക്കാർ അതിക്രമിച്ചു പോകുന്നു.
ഗുരു പറയുന്നു നീ ഇന്നത് ചെയ്യണം, നിന്റെ ധർമ്മം ഇന്നതാണ്. കേൾക്കുന്നു, അവന് ബോധമുണ്ടായി പറഞ്ഞത് ഇന്നതാണ്, പക്ഷെ അവന് ഉപദേശത്തെ അതിക്രമിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവന്റെ സംസ്കാരമാണ്. വേറെന്ത് സമാനം പറയണം? നമ്മൾ പറയുന്നത് അവന്റെ വാസനയാണ്. ഈ ഉപദേശിക്കുന്ന ആളുകളിലുമുണ്ട്, ഉപദേശിക്കുന്നു, വേറൊന്ന് പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? ഉപദേശം അവന് മറ്റൊരിടത്തുനിന്ന് കിട്ടി, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, കൈമാറുന്നു. ഉപദേശം അത്രയുള്ളൂ. അവനിൽ പ്രവർത്തിച്ചിരിക്കണമെന്നില്ല. അവന്റെ സംസ്കാരം അവനെ പ്രവർത്തിക്കേണ്ട, ഉപദേശമല്ലല്ലോ. ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക, ഇഷ്ടമുള്ളത് ഉപദേശിക്കുക പാടില്ല. അതൊരു ലോകനീതിയല്ല, ധർമ്മമാണ്. പ്രവർത്തിക്കാൻ പറ്റിയത് ഉപദേശിക്കുക, അല്ലാത്ത ഉപദേശിക്കാതിരിക്കുക, അതാണ്. പക്ഷെ ഉപദേശവും പ്രവൃത്തിയും ഒരുമിച്ച് പോകണം എന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥമില്ല. അത് നിയമവിരുദ്ധമായ കാര്യമാണ്. അതിനൂടെ പറയുന്നത് അഭിച്ച യഥാപ്രാപ്തസ്യോ അവിദ്യാപ്രത്യുപസ്ഥാപിതസ്യ ക്രിയാകാരകഫലസ്യ, ക്രിയാകാരകം ഫലം, യാഗം ചെയ്യുന്നവൻ ഞാൻ, ഫലം സ്വർഗം, ഇതൊക്കെ അവിദ്യ പ്രത്യുപസ്ഥാപിതമാണ്. അവിദ്യ കൊണ്ട് ഒരുവന് തോന്നുന്നതാണ്. എന്താണ്? ഞാൻ കർമ്മം ചെയ്യണം, എന്തോ ആയിക്കൊള്ളട്ടെ, അത് ചെയ്യാൻ ഞാൻ അധികാരപ്പെട്ടവനാണ്, അതിൽ നിന്ന് എനിക്ക് ഫലം സ്വർഗം കിട്ടണം. ഇതൊക്കെ ഒരുവന് വേദം പറഞ്ഞു കൊടുക്കുന്നതല്ല. യഥാപ്രാപ്തം അവിദ്യ, അതുകൊണ്ട് അവന് പ്രാപ്തമാകുന്നതാണ്. ആശ്രയണേന, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഉപായ സാമാന്യ പ്രവൃത്തിയ, ഇഷ്ടം സുഖം അതിനെ പ്രാപിക്കുന്നതിന് വേണ്ടി അവൻ കൃഷി, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അനിഷ്ടത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ദേഹരക്ഷയ്ക്കുള്ള ഉപായങ്ങൾ ചെയ്യുന്നു, സമ്പത്തിനെ സൂക്ഷിക്കുന്നതിനുള്ള ഉപായങ്ങൾ ചെയ്യുന്നു, ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടി. പ്രവൃത്തസ്യ തദ് വിശേഷം അജാനത, വിശേഷിച്ചെന്താണ്? സ്വർഗത്തിന് കാരണം യാഗമാണ്, അതവൻ അറിയത്തില്ല. നരകത്തിനെ ഒഴിവാക്കാൻ, ഹിംസയെ ഒഴിവാക്കണം, ഇതും അവൻ അറിയത്തില്ല. വേദത്തിൽ യാഗം ചെയ്യാൻ പറഞ്ഞതിന് വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടി. യാഗം ചെയ്താലേ അത് കിട്ടത്തുള്ളൂ. പക്ഷെ അതവൻ അറിയത്തില്ല. സ്വർഗത്ത് പോകാൻ യാഗം ചെയ്യണമെന്നറിയത്തില്ല, പക്ഷെ സുഖത്തിന് വേണ്ടി ഇവിടെ പണിയെടുക്കണമെന്ന് അവനറിയാം. അതെങ്ങനെ മനസ്സിലായി? രാഗം കൊണ്ട് പ്രാപ്തമായതാണ്. അവിദ്യ പ്രത്യുപസ്ഥാപിതം, അവിദ്യ കൊണ്ട്, അവന്റെ അറിവില്ലായ്മ കൊണ്ട് വന്നു ചേർന്നു. ദുഃഖത്തെ ഒഴിവാക്കണമെന്നറിയാം. ഏറ്റവും വലിയ ദുഃഖം നരക ദുഃഖം, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഹിംസയെ ഒഴിവാക്കണം. ഒന്നിനും കൊന്നു തിന്നരുത്, അതവനറിയത്തില്ല. കൊന്നു തിന്നാൽ നരകത്തിൽ പോകുന്നുള്ള വിവരം അറിയത്തില്ല അവൻ. അതുകൊണ്ട് അവൻ കൊന്നു തിന്നുന്നു. അപ്പോൾ ആ ദുഃഖ നിവർത്തിക്കുള്ള ശരിയായ ഉപായം അത് വേദത്തിൽ നിന്നേ മനസ്സിലാക്കും. അതുകൊണ്ട് സഹജമായിട്ടാണ് അവൻ കെട്ടിയതിനെയൊക്കെ പിടിച്ചത്, സഹജ പ്രവൃത്തിയാണ്. അപ്പോൾ അത് വേദം പറയുന്നതാണ്, കൊന്നു തിന്നരുത്, നരകത്തെ ഒഴിവാക്കൂ. അവൻ ദുഃഖത്തെ ഒഴിവാക്കാൻ വേറെ പലതും ചെയ്യുന്നുണ്ട്. അതാണ് സ്വത്തിനെ സംരക്ഷിക്കുകയും ശരീരത്തെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നരകം വരും, കൊന്നു വന്നു കഴിഞ്ഞാൽ. തദ്വിശേഷം അജാനത, എന്തുകൊണ്ട് അവൻ ചെയ്യുന്ന അവന്റെ വിശേഷം അറിയത്തില്ല. തദാചക്ഷണ ശ്രുതി, അപ്പൊ ശ്രുതി അതാ പറയുന്നത്. എന്നുവെച്ചാൽ രാഗം കൊണ്ട് പ്രാപ്തമായ വിഷയങ്ങളിൽ തന്നെ ശ്രുതി ബോധിപ്പിക്കുകയാണ്. നിനക്ക് വലിയ സുഖം കിട്ടണമെങ്കിൽ ഇതൊന്നും ചെയ്താൽ പോരാ, യാഗം ചെയ്യണം. വലിയ ദുഃഖത്തെ ഒഴിവാക്കണമെങ്കിൽ ഇതുപോലെ ഹിംസയെ ഒഴിവാക്കും. അങ്ങനെയുള്ള ശ്രുതി ക്രിയാകാരക ഫലഭേദസ്യ ലോകപ്രസിദ്ധസ്യ, ഈ ക്രിയാകാരക ഫലഭേദം, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഇതെന്റെ ഫലമാണ്, ഇതാണ് എന്റെ പ്രവൃത്തി എന്ന് ലോകസിദ്ധമായിരിക്കുന്നതെന്ന് വെച്ചാൽ അവന് അവിദ്യ കൊണ്ട് സ്വയം തോന്നുന്നു. അതിന്റെ സത്യതയോ അസത്യതയോ ഈ കർമ്മകാണ്ഡം പറയുന്നില്ല. ന വരയിതി,
ജ്ഞാനകാണ്ഡം അതിൽ നിന്ന് അവനെ ഒഴിവാക്കുന്നതുമില്ല. അത് സ്വയം അവന് പ്രാപ്തമായ കാര്യങ്ങളാണ് തന്നെ. സത്യമാണോ അസത്യമാണോ ഇതല്ല. ഏത് ഈ പ്രവൃത്തി നിവൃത്തികൾ അത് സത്യമോ അസത്യമോ ഒന്നും പറയുന്നില്ല. എന്നുവെച്ചാൽ വാരേ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ അത് ചെയ്യരുതെന്നല്ല പറയുന്നു. എങ്ങനെ? സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നവനോട് നീ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യരുതെന്നല്ല പറയുന്നു. യാഗം ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടത്തില്ല എന്നല്ല പറയുന്നു. അത് പറയുന്നു അഹിംസയെ ഒഴിവാക്കിയാൽ നരകത്തെ ഒഴിവാക്കാം. അവിടെ അഹിംസ ഒഴിവാക്കിയാൽ നരകത്തെ ഒഴിവാക്കാൻ കഴിയില്ല എന്നല്ല പറയുന്നു. മറിച്ചെന്താണ്? ഇഷ്ടാനിഷ്ട ഫലപ്രാപ്തി പരിഹാര ഉപായ വിധിവരത. അതത്ര ചെയ്യുന്നുള്ളൂ. ഇഷ്ടപ്രാപ്തിക്ക് ഇത് ചെയ്യുക, യാഗം ചെയ്യുക, അനിഷ്ടപരിഹാരത്തിന് ഇത് ചെയ്യുക, അഹിംസ ഒഴിവാക്കുക, ഇത് പറയുന്നു. എന്ന് പറഞ്ഞാൽ ശ്രുതി അവന് പ്രാപ്തമായ സ്വയം പ്രാപ്തമായ രാഗദ്വേഷാദികൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളെ പറയുന്നതേ ഉള്ളൂ. ആ പറയുന്നതിനനുസരിച്ച് ഒരിടത്തും നിഷേധിക്കുന്നു, ഉപനിഷത്തിലും നിഷേധിക്കുന്നു. യാഗം ചെയ്താൽ സ്വർഗം കിട്ടത്തില്ലെന്നോ ഹിംസയെ ഒഴിവാക്കിയാൽ നരകം ഒഴിവാകത്തില്ലെന്നോ ഒരിടത്തും പറയുന്നില്ല. ജ്ഞാപകം അത്രയും ഇതൊക്കെ ബോധിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്, അവനെ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ് ഉപദേശം കേവലം കാര്യങ്ങളെ ജ്ഞാപിപ്പിക്കാൻ വേണ്ടിയാണ്. ജീവനിൽ അത് അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. പിന്നെ പറയുന്നു ഉപദേശിച്ചു നന്നായിരുന്നു. ഉപദേശം കൊണ്ടവനോ ബോധമുണ്ടായി. പിന്നെ ആ ഉപദേശത്തെ അവൻ ആവർത്തിച്ചു. അതവന്റെ യത്നമാണ്. അവന് രാഗമുണ്ടായി, ശരി എനിക്കത് നേടണം. അപ്പോൾ അവനതിനെ ആവർത്തിച്ചു. അവന് സംസ്കാരമുണ്ടായി. ആ സംസ്കാരം കൊണ്ട് അവൻ മാറ്റം വരുന്നു. അത് പരമ്പരയായി മാറ്റത്തെ ഉണ്ടാക്കും. അതിനെ നിഷേധിക്കുന്നു. പക്ഷെ ഉപദേശത്തിന്റെ ജോലി എന്ന് പറയുന്നത് കേവലം ജ്ഞാപകം മാത്രമാണ്. ആ ഉപദേശ ശ്രവണം കൊണ്ട് മാത്രം അവിടെ അത് കാരകമായി പ്രവർത്തിക്കത്തില്ല, ജ്ഞാപകമായി നിൽക്കത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ അവന്റെ മാനസികമായ പ്രവൃത്തികളാണ്. തെറ്റ് ചെയ്ത് പശ്ചാത്താപം വരുന്നു, ഒരാൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നു, ബോധമായി ഇതിന്റെ പശ്ചാത്താപം അത് അവന്റെ മനസ്സിന്റെ പ്രവൃത്തിയാണ്. അത് ദൃഢമായി വരുമ്പോൾ പിന്നെ അതിനെ ഒഴിവാക്കുന്നു. അവിടെയൊക്കെ എന്താണ്? തെറ്റിൽ നിന്നും മോചിക്കണം എന്നുള്ള രാഗം കൊണ്ടുവന്ന പ്രവൃത്തി, ആ പ്രവൃത്തി അവനെ മോചിപ്പിച്ചു. മറ്റെന്താണ്? കേവലം ജ്ഞാപകം, ഇത് തെറ്റാണ്, അത് കാരകം അല്ല. ഇത് ആത്മതത്വത്തെ സംബന്ധിച്ചും ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സർവാധികാര പ്രധ്വംസ കൃഷ്ണാത്മവബോധിന പ്രവൃത്തോ വ നിവൃത്തോ വ ഗുണഭാവ സദേഷ്യതേ. ആ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സർവാധികാര പ്രധ്വംസ, അത് ഇനി വരാൻ പോകുന്ന ഭാഗം. അവൻ കർമ്മബന്ധം അതെല്ലാം അവനെ നശിച്ചു കഴിഞ്ഞു. താൻ കർത്താവാണ് എന്നൊക്കെയുള്ള വിചാരങ്ങൾ നശിച്ചു. അവനെന്താണ്? കൃഷ്ണ ആത്മാവബോധിന, ആത്മീകത്വത്തെ അവൻ ധരിച്ചിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തുക നിവർത്തുക, അവൻ കർമ്മത്തിലോ കർമ്മത്യാഗത്തിലോ
ഗുണഭാവ, അവന് കർത്തൃത്വമില്ല. രണ്ടിനുമില്ല കർത്തൃത്വം. അവന് കർമ്മത്തിൽ കർത്തൃത്വമില്ല, കർമ്മത്യാഗത്തിലും അവന് കർത്തൃത്വമില്ല. അവൻ കർമ്മം കർമ്മത്യാഗം രണ്ടിനും അക്രമം, ആത്മസ്വരൂപമായിരിക്കുന്നു. ഇത് മറ്റൊരുതല്ല, അതിനെക്കുറിച്ച് പറയും. അതിന് മുമ്പുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്.